ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. ഏപ്രിൽ 9 പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്. താങ്ക് യു. പയൽ നമ്പർ 1. ഇന്നത്തെ ദിവസം എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻ, ആങ്സൈറ്റി, ഉത്കണ്ഠയുടെ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഹാർട്ട് ചക്ര ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക. ഇവിടെ 3 ഓഫ് സോഡ്സും അത് തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ എനർജി, മെൻ്റൽ ടെൻഷൻസ് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ലൈഫിൽ എന്താണോ അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടാനായിട്ട് ഒത്തിരി സ്ട്രഗിളിൽ കൂടെ പോകേണ്ടി വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് സമയം കഴിഞ്ഞു പോയി, ലൈഫിൽ ഒത്തിരി ട്രബിൾസ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനത്തെ ഒത്തിരി ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഹാപ്പിനെസ് എന്താണോ, നിങ്ങളുടെ സന്തോഷം എന്താണോ അതിന് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, നിയന്ത്രിക്കാനായിട്ട് സാധിക്കും, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക. നോ പറയേണ്ട സിറ്റുവേഷനിൽ നോ പറയുക. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുതരുന്ന, അബണ്ടൻസ് കൊണ്ടുതരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് കുറച്ചും കൂടെ നിങ്ങൾ ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഊർജ്ജം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാകാം, പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ എനർജി വന്നിട്ട് അവിടെയും കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളുടെ ഇമോഷണൽ എനർജിക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. കുട്ടികളുടെ ലൈഫിൽ കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക. അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് എല്ലാ കാര്യങ്ങളും ഒത്തിരി സീരിയസ് ആയിട്ട് എടുക്കുന്ന എനർജിയാണ്. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ പ്ലേഫുള്ളായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ 2 ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, എന്തെങ്കിലും പേടി, ഭയം, അങ്ങനത്തെ എനർജീസിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണത്തിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ബ്രേവ് ആയിട്ടുള്ള, ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിലെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് ഫ്രീ ആക്കാനായിട്ട്, കുറച്ചും കൂടെ തൻ്റെ സ്പേസിൽ, തൻ്റെ എനർജിയിൽ സേഫായിട്ട്, സെക്യൂറായിട്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ ഔട്ട്സൈഡ് വേൾഡിൻ്റെ എനർജി, നോയ്സ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിക്കോഷൻസ്, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ എനർജീസ് കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലും ആങ്സൈറ്റിയുടെ എനർജി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻസ് കൊടുക്കാതിരിക്കുക. ആവശ്യത്തിന് സമയമെടുക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. നമുക്ക് നോക്കാം പയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 2യുടെ എനർജി, വെനസ്ഡേ ഗൈഡൻസ്. താങ്ക് യു.
ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താനായിട്ട്, സ്പേസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി, എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് അല്ലെങ്കിൽ ഹെൽപ്പ് ആ ഒരു എനർജി ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ എംപ്രസ്സിൽ വന്നിട്ട് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജി, അവിടെ കുറച്ചൊരു ബാലൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അബണ്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അതും കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ, ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു സമയം നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുക, കുറച്ചൊരു ടൈം കൊടുക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് മുന്നേറാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിലും അത് തന്നെയാണ് പറയുന്നത്. സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക, ഒത്തിരി ധൃതി കൂട്ടാതിരിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിലാണ്, അവിടെ ഒരു സ്റ്റെബിലിറ്റി, ബാലൻസിൻ്റെ ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇവിടെ വീലിൽ വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ എൻഡ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ലൈഫിൽ എന്താണോ ചെയ്യാനുള്ളത് അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എനർജീസ് വരുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. വേണ്ടാത്ത എനർജീസ്, 9 ഓഫ് വോൺസിൽ വന്നിട്ട് ഒത്തിരി സ്ട്രഗിൾസാണ് നിങ്ങളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളായിട്ട് ഒത്തിരി കോമ്പറ്റീഷൻ, ജലസിയുടെ എനർജി, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, അവിടെ ഒരു ഹീലിംഗ്, ഒരു പ്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്റ്റെബിലിറ്റി, ബാലൻസ്, കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് വരുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പാഷൻസ്, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള എനർജിയും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ടാകാം. അതിലും കുറച്ച് പേര് ഫോക്കസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ്, ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയ വീട് മേടിക്കാൻ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുതിയ എന്തെങ്കിലും എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ക്വാളിറ്റി ടൈമാണ്, ഫാമിലി, ഫ്രണ്ട്സിൻ്റെ കൂടെ ക്വാളിറ്റി ടൈമും എനർജി ആയിട്ട് ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഈ ഒരു ദിവസം നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്, നിങ്ങളുടെ ആ ഒരു ശക്തി ഷോക്കേസ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഒരു വാരിയർ സ്പിരിറ്റിനെ പോലെ മുന്നിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലി തിങ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റെബിലിറ്റിയാണ്, ബാലൻസ് ആണ്. കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതും കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ വെനസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.